നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം. കള്ളക്കടൽ പ്രതിഭാസം പതിവാകുന്നതോടെ ഭീതിയിൽ തീരദേശവാസികൾ. തീരത്തെ വിറപ്പിച്ച സുനാമി ആക്രമണത്തിന് നാളെ 20 വയസ്സ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് തടയിടാൻ ഗതാഗത വകുപ്പ്. സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ മരണം സംഭവിച്ചാൽ 6 മാസത്തേക്ക് ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. എതിർപ്പറിയിച്ച് ബസ് ഉടമകൾ. സംസ്ഥാനത്ത് മുദ്രപത്രക്ഷാമം രൂക്ഷം. 500 രൂപയ്ക്ക് താഴെയുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. ചെറുതുരുത്തി ഭാരതപ്പുഴ ശ്മശാനക്കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദാണ് മരിച്ചത്. കൊലപാതകമാണെന്ന് സംശയിച്ച് ബന്ധുക്കൾ. ഭരണഘടനയെ അട്ടിമറിച്ച് ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഏത് ഗവർണർ വന്നാലും സിപിഎം സർക്കാരിന് ഭരണഘടനാ വിരുദ്ധത നടത്താനാവില്ലെന്നും സുരേന്ദ്രൻ. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായെങ്കിലും പിന്നീട് ആരോഗ്യനില വീണ്ടും വഷളാവുകയായിരുന്നു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധം. മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അനുമതി ഇല്ലെന്ന് പറഞ്ഞാണ് ചാവക്കാട് പോലീസ് ക്രിസ്മസ് ആഘോഷം മുടക്കിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചു. നിയമസേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമഗോത്രം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിന്റെയും ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചില്ലുകുപ്പിയില്ല, പ്ലാസ്റ്റിക് കുപ്പികളിൽ തന്നെ മദ്യവിതരണം തുടരാൻ ബെവ്കോ. വില കൂടുതലും കിട്ടാൻ പ്രയാസമായതുമാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണം. ഒരു ഇടവകയിൽ നിന്ന് ഒരേ ദിവസം 5 പേർ തിരുപ്പട്ടം സ്വീകരിക്കുന്നു. പുറനാട്ടുകര പള്ളിയിലാണ് 5 പേരുടെ പൌരോഹിത്യം സ്വീകരണം നടക്കുന്നത്. കുന്നംകുളം കല്ലഴിക്കുന്നത്ത് ക്രിസ്തുമസ് കരോളിനിടെ സംഘർഷം. കരോൾ സംഘവും വീട്ടുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ നടന്ന ക്രിസ്തുമസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ ക്രിസ്തുമസ് സന്ദേശം നൽകി. തിരൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിലെ തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഡെബിൻ ഒലക്കെങ്കിൽ നേതൃത്വം നൽകി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ യെൽദോ പെരുന്നാൾ ആഘോഷിച്ചു. തീജ്വാല ശുശ്രൂഷ, സ്ലീബ ആഘോഷം, പ്രഭാത നമസ്കാരം എന്നിവ നടന്നു. മാള കുഴൂർ പഞ്ചായത്തിലെ പാറപ്പുറം പോളക്കുളം കൂട്ടായ്മ ഒരുക്കിയ നക്ഷത്ര തടാകം തുറന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട ഫാദർ ഡിസ്മാസ് റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. വാഹനങ്ങളിൽ എത്തിയാണ് പകൽ പോലും മാലിന്യങ്ങൾ റോഡ് സൈഡിലേക്ക് വലിച്ചെറിയുന്നത്. ആനയെഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്തതിലെ സന്തോഷ സൂചകമായി വടക്കുംനാഥ ക്ഷേത്രത്തിൽ നാളെ ലക്ഷദീപം തെളിയും. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിലാണ് നാളെ ലക്ഷദീപം ഒരുക്കുന്നത്. അവിണിശ്ശേരി ഫെസ്റ്റ്, മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. മുൻകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ചൂലൂർ ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് കൊടിയേറി. ജനുവരി 25-നാണ് പ്രസിദ്ധമായ പുത്തൂക്കാവ് താലപ്പൊലി ആഘോഷം. കേരള
പ്രവാസി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് കിറ്റ് വിതരണം നടത്തി. നെടുപുഴ കസ്തൂർബ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാർക്കൊപ്പം കേരള പ്രവാസി അസോസിയേഷൻ തൃശൂർ ജില്ലയിലെ പ്രതിനിധികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന കഴിമ്പ്രം തീരോത്സവത്തിന് കൊടിയേറി. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കൊടിയേറ്റം നിർവഹിച്ചു. കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള അൽ അക്സ പബ്ലിക് സ്കൂളിന്റെ 20ാം വാർഷികാഘോഷം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ES മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവം നാളെ കാരമുക്ക് പിതൃക്കവ് ശ്രീ നരസിംഹ മൂർത്തി ക്ഷേത്രത്തിൽ ആഘോഷിക്കും. പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ഡലമാസ സമാപനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം നാളെ നടക്കും. ഉച്ചപൂജയ്ക്ക് മുൻപ് കളഭാഭിഷേക ചടങ്ങ് നടക്കും. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ചാളിപ്പാടൻ ജയാതിലകന്റെ വീട്ടുപറമ്പിലെ വാഴകൃഷിയും തെങ്ങിൻ തൈകളും പച്ചക്കറി കൃഷികളും കാട്ടുപന്നി നശിപ്പിച്ചു. പാവറട്ടി പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങൾ ഗുരുവായൂർ നഗരസഭ 10ാം വാർഡ് കൌൺസിലർ KM മെഹറൂഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് ഫെറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നിർവഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായിരുന്നു. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ മുഖ്യ കാർമ്മികരായി. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികരായി. ഡീക്കൻ ജിജോ തറയിൽ സന്ദേശം നൽകി. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം സമാപിച്ചു. മേൽശാന്തി K ബാബുലാലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 01 മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ ഹാപ്പി ക്രിസ്തുമസ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ റിലീസിംഗ് കാഞ്ഞാണിയിൽ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. സംവിധായകൻ സുരേഷ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം അമൃതബോധിനി ക്ഷേമസഭയുടെ വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും ആദരവും നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജോയ് PS യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് PM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. മനക്കിലപ്പടി കോണത്തുകുന്ന് ആനക്കൽ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ 10ാം ഉദയം ആഘോഷിച്ചു. പ്രസാദൂട്ടിന് 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. പാവറട്ടി തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസും ക്ലബിന്റെ 20ാം വാർഷികവും ആഘോഷിച്ചു. പാവറട്ടി SI വൈശാഖ് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തളി നെഹ്റു സ്മാരക വായനശാല ബാലവേദി അംഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം TPA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി CK വിനോദ് അധ്യക്ഷനായി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ക്ലോത്ത് ബാങ്ക് പദ്ധതി പ്രകാരം വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. മണ്ണാർക്കാട് കുന്തിപ്പുഴ ലയൺസ് ക്ലബിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങൾ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് കൈമാറി. പുലിക്കളി കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും തൃശൂർ കോർപ്പറേഷന്റെ ഫണ്ട് ലഭിച്ചില്ലെന്ന് പരാതി. ധനസഹായം ഉടൻ ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് പുലിക്കളി സംഘങ്ങൾ. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന ഭരണഘടനാ വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായുള്ള ഭരണഘടനാ ചുമരിന്റെ പ്രകാശനവും കേരളോത്സവത്തിന്റെ സമാപനവും സമ്മാന വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.